പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം കൂടുന്തോറും വൃദ്ധസദനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? 512 വൃദ്ധസദനങ്ങളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 15 വേറെ ഉണ്ട്, അതായത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളത് വേറെ ഉണ്ട് 15. ഇത് 2024 കണക്കാണ് പറയുന്നത് കേട്ടോ, അതായത് ജൂലൈയിലത്തെ കണക്ക് ഞാൻ പറയുന്നത്. ഈ വൃദ്ധസദനങ്ങളിലുള്ള മാതാപിതാക്കളുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരല്ല എന്നുള്ളത് പലർക്കും അറിയാം. ഒരു കാര്യം നമ്മൾ ഓർക്കണം കേട്ടോ, മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ജീവിക്കുന്നതന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു സംശയം വേണ്ട, മക്കൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഇന്ന് പല മക്കളും അവരുടേതായിട്ടുള്ള ലോകത്താണ് ജീവിക്കുന്നത്, അവരുടെ മാത്രം ലോകത്ത്. പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ബാധ്യതയായിട്ട് തോന്നുന്ന മക്കൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഒരു നിമിഷം നമ്മുടെ ചിന്തയെ പിറകിലോട്ടൊന്ന് നമ്മൾ പായിക്കണം കേട്ടോ. അതായത് ഗർഭധാരണം മുതൽ തുടങ്ങിയ അവരുടെ ത്യാഗങ്ങൾക്ക് എന്ത് വിധത്തിൽ സേവനം ചെയ്താലാണ് പകരമാവുക എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് മാതാപിതാക്കളോട് കൊമ്പ് ഓർക്കരുത്. ന്യായം പൂർണ്ണമായിട്ടും നിൻ്റെ ഭാഗത്താണെങ്കിലും അവർക്ക് മുന്നിൽ വിനയാനീതനാകണം എന്നാണ് പറയണത്. മക്കൾ എത്ര ഉയർന്നാലും മാതാപിതാക്കളോളം വളരാനാകില്ല, ശരിയല്ലേ? ഈ ജന്മം കൊണ്ട് തീരുന്നതുമല്ല അവരോടുള്ള കടപ്പാടുകൾ. മാതാപിതാക്കൾ ജീവിക്കുന്ന കാലമാണ് മക്കളുടെ ഏറ്റവും നല്ല കാലം എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ഓരോ മക്കളും.